ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഗ്രീഷ്മ ഷാരോണുമായി മുൻപ് ചാറ്റ് ചെയ്തിരുന്നതിന്റെ സ്ക്രീൻ റെക്കോർഡുകളും അതുപോലെ തന്നെ വോയിസ് മെസ്സേജുകളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഈ ഒരു വധശിക്ഷ വന്നതിന് ശേഷം പ്രചരിക്കുന്നുണ്ട്. പല അഭിപ്രായങ്ങളും ചർച്ചകളും ഉയരുമ്പോഴും ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടതും വിവാദങ്ങൾക്ക് വഴിവെച്ചതുമായ പ്രതികരണം വന്നത് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കമാൽ പാഷയിൽ നിന്നുമായിരുന്നു. പൊതുചിന്താധാരയ്ക്കെതിരായ അഭിപ്രായമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായതിന്റെ പേരിൽ വിമർശനവും അദ്ദേഹത്തിനെതിരെ കടുക്കുന്നത്. അതേസമയം കേസിൽ വധശിക്ഷ നൽകേണ്ട കാര്യമില്ലെന്ന് കമാൽ പാഷ വീണ്ടും ആവർത്തിക്കുകയാണ്. വധശിക്ഷ നൽകേണ്ട കേസല്ലെന്നും പ്രതി അവളായതാണ് പ്രശ്നമെന്നും കമാൽ പാഷ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ആളുകൾ അതിവൈകാരികമായാണ് കണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. 2 വർഷത്തിനിടെ എത്ര പെൺകുട്ടികൾ ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടു? സമൂഹം ചിന്തിക്കുന്നുണ്ടോ? പ്രണയം നിരസിച്ചതിനും വിവാഹം നിഷേധിച്ചതിനും എത്ര പെൺകുട്ടികൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചോദിക്കുന്നു. ആൺപിള്ളേർ പ്രണയം നടിച്ചു ചെല്ലും, പെൺകുട്ടി താല്പര്യമില്ലെന്ന് പറഞ്ഞാലും പിന്നാലെ നടക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പ്രണയം നിഷേധിച്ചതിന് ഒരുവൻ പാറ്റ്നയിൽ പോയി തോക്ക് വാങ്ങി വന്ന് പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു, റോഡിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടന്നതെന്നും കമാൽ പാഷ പറഞ്ഞു. ഇത് ചെയ്തവരുടെ പേര് ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നും കമാൽ പാഷ ചോദിക്കുന്നു. ഇവിടെ പ്രതി പെൺകുട്ടിയായപ്പോൾ സമൂഹത്തിന് സഹിക്കുന്നില്ല. ഇതിനർത്ഥം ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നു എന്നല്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത്. അങ്ങേയറ്റത്തെ തോന്നിവാസം. ഒരേ തരം കുറ്റങ്ങളെ 2 കണ്ണുകൊണ്ട് കാണരുത് എന്നാണ് ഞാൻ പറയുന്നത്. അവൾ പുറത്തിറങ്ങിയ സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നു. കാണുന്നവർക്കെല്ലാം അവൾ കഷായം കൊടുക്കുന്നുണ്ടോ? ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയ പയ്യൻ കഷായം കുടിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ പോയത്. പുണ്യപ്രവൃത്തിക്ക് പോയ ഒരാളെ കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് സമൂഹം കാണുന്നത്. അതിവൈകാരിക പ്രതികരണമാണ്. അത് പാടില്ലെന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. ആ പെൺകുട്ടിയുടേത് ചെറിയ പ്രായമാണ്, അത് പരിഗണിക്കണം. മനംമാറ്റത്തിനും നല്ല നടപ്പിനും സാധ്യതയുണ്ടെന്നും വധശിക്ഷ വിധിക്ക് മുമ്പ് പരിഗണിക്കണമായിരുന്നു. കൊലപ്പെടുത്താൻ ഒരുക്കിയ സാഹചര്യങ്ങളെ കുറിച്ചും വിധിയിൽ പറയുന്നു. അവനെ ഒരാളെ ലക്ഷ്യമിട്ടല്ലേ ഇത് ചെയ്തത്, മറ്റാരെയും ലക്ഷ്യമിട്ടില്ല. ഇതൊന്നും ചിന്തിക്കാതെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ തന്നെ കൊടുക്കണമായിരുന്നു. പഴയതുപോലെയല്ല, ഇളവ് കിട്ടാൻ, അതായത് ബുദ്ധിമുട്ടുള്ള കേസാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2ാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയ പാറശാല മുരിയങ്കര JP ഹൌസിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിലാണ് 1ാം പ്രതി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ വധശിക്ഷ വിധിച്ചത്. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. ഗ്രീഷ്മയുടെ അമ്മാവന് 3ാം പ്രതി നിർമ്മല കുമാരൻ നായർക്ക് 3 വർഷം തടവ് ശിക്ഷയും വിധിച്ചു. തെളിവ് നശിപ്പിച്ചു എന്നതാണ് നിർമ്മല കുമാരൻ നായർക്കെതിരെ കുറ്റം. ഗ്രീഷ്മ ചെയ്തത് സമർത്ഥമായ കൊലപാതകമാണ്. ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത്. പ്രായക്കുറവ്, മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയവ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകാതിരിക്കാൻ തടസ്സമല്ലെന്നും കോടതി പറഞ്ഞു.